ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണിത്. ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു കടയിലാണ്. ഇപ്പോൾ മാർക്കറ്റിലൊക്കെ പോയി മീനൊന്നും കിട്ടാറില്ല, ഭയങ്കര വിലയുമാണ്. ഈ കടയിലും വിലയാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. ഇത് വട്ടംകണ്ണി. ഇത് വട്ടംകണ്ണി എന്ന് ഞങ്ങൾ തിരുവനന്തപുരത്തൊക്കെ പറയും, പിന്നെ കണ്ണാടി വറ്റയെന്നും പറയാറുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വീതി കൂടിയ മീനായതുകൊണ്ട് കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. മീനുകൾ ഇങ്ങനെ കാലിൽ വെച്ച് കട്ട് ചെയ്യാനാണ് എനിക്കിഷ്ടം. ചെറുതിലേ മുതൽ എനിക്ക് ഈ രീതിയിലാണ് ഞാൻ മീൻ കട്ട് ചെയ്യുന്നത്. ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജോലിയാണ്. മീൻ വളരെ പെർഫെക്റ്റായിട്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഒട്ടും തന്നെ വേസ്റ്റ് ആവുകയും ഇല്ല. ഇത് ഒന്ന് തൊലി വിരിച്ചെടുക്കുന്ന മീനാണ്. അപ്പം ഇതിൻ്റെ തൊലി ഒന്ന് ഇളക്കി മാറ്റണം. വളരെ കട്ടി കുറഞ്ഞ തൊലിയാണ്. മോൾ ഭാഗത്തുനിന്ന് ഇങ്ങനെ കണ്ണാടി പോലെ ഇളക്കി മാറ്റാൻ പറ്റും. മാംസം ഒട്ടും തന്നെ നഷ്ടപ്പെടുകയുമില്ല. പക്ഷേ സാധാരണ പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതുപോലെ കുറച്ച് വീതി കൂടിയ കത്തി തന്നെ വേണം. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗവും തൊലി ഞാൻ നന്നായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തല കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ എടുത്ത് കളയണം. ഇത് മീനിൻ്റെ മുട്ടയാണ്, പരിപ്പെന്നൊക്കെ പറയുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റാണ്, അത് ഞാൻ കളയുന്നില്ല. ഇനി തലയൊന്ന് വൃത്തിയാക്കിയെടുക്കാം. അതിൻ്റെ പൂവൊന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ മീനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കാം. 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. കുറച്ച് വലിയ പീസായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള മുള്ളുകളൊക്കെ വളരെ കുറഞ്ഞ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു മീനാണ് ഈ വട്ടക്കണ്ണി എന്ന് പറയുന്നത്. എനിക്കിത് ഏറ്റവും ഇഷ്ടമുള്ളൊരു മീനാണ്. ഇതിൽ നിന്ന് 2 കഷ്ണം പൊരിക്കാനായിട്ട് ഞാൻ മാറ്റുകയാണ്. അല്പം മുളക് പൊടിയും കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയും. കുരുമുളക് പൊടി കുറച്ച് കൂടിയിട്ടുണ്ട്, കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയാണ്, അപ്പോൾ കുറച്ചേ ഞാൻ ഇടുന്നുള്ളൂ. അല്പം ഉപ്പും കൂടി ചേർക്കാം. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 പീസ് ഇതിൽ നിന്ന് ഞാൻ എടുത്ത് പൊരിക്കാനായിട്ടുള്ളത് പുരട്ടി വയ്ക്കുകയാണ്. മസാലയൊക്കെ മീനിൽ നന്നായിട്ട് പിടിക്കാനായിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കാം. ഇനി മീൻ കറി വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പുളി എടുക്കാം. പുളി കുടംപുളിയാണ് ഞാൻ എടുക്കുന്നത്. കുടംപുളി ഇല്ലാത്തവർ വാളൻ പുളി നെല്ലിക്ക വലിപ്പത്തിലെടുത്ത് അത് പിഴിഞ്ഞ് ചേർക്കാം. ഈ കുടംപുളി 2-3 പ്രാവശ്യം ഒന്ന് കഴുകണം. കഴുകി വൃത്തിയാക്കിയ ശേഷം അല്പം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വയ്ക്കാം. ഈ മീനിൽ ഞാൻ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അതിനായിട്ട് 1 മുറി തേങ്ങ തിരുമിയതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത മീൻ കറിക്ക് കൂടുതൽ സ്വാദാണ്. നല്ലതുപോലെ അരയുമ്പോഴേക്ക് കൂടുതൽ പാല് കിട്ടും. 2 പാല് ഞാൻ എടുക്കുന്നുണ്ട്, 1-ാം പാലും 2-ാം പാലും. അതിനായിട്ട് ഒരു അരിപ്പിലിട്ടോ അല്ലെങ്കിൽ നല്ല മസ്ലിൻ തുണിയിലോ ഇട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. ഇതുപോലൊരു അരിപ്പുണ്ടെങ്കിൽ സംഗതി എളുപ്പമാണ്. അധികം പാടുപെടേണ്ട ആവശ്യമില്ല. തുണിയൊക്കെ ആകുമ്പോൾ പിന്നെ അവിടെ ഇവിടെയൊക്കെ വീണ് പിന്നെ തുണിയൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനും അല്ലെങ്കിൽ തുണി അങ്ങ് കളയണം, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇതാകുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് കഴുകിയെടുക്കാൻ സാധിക്കും. ഇനി ഇതുപോലെ ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് 2-ാം പാല് പിഴിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കാനായിട്ട് കുറച്ച് സവാള വേണം, 1 ടൊമാറ്റോയും ഒരല്പം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ ചേർക്കുന്നില്ല. ഇഞ്ചി കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിൽ 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഇതിൽ അരിഞ്ഞു വെച്ച സവാളയും ഇഞ്ചിയും കൂടി ചേർത്ത് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ബ്രൗൺ കളറൊന്നും ആകേണ്ട കാര്യമില്ല. അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് സോഫ്റ്റ് ആകുമ്പോഴേക്കും ഇതിൽ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, അല്പം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. 1-2 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഈ 2-ാമത്തെ പാലാണ് ഒഴിക്കുന്നത്. തേങ്ങാപ്പാലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുതിർന്നിരിക്കുന്ന പുളി ചേർക്കാം. പുളിയുടെ കൂടെ ഈ വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ആ വെള്ളത്തിലും നല്ല പുളിയുടെ അംശമുള്ളതുകൊണ്ട് പുളിവെള്ളം ചേർക്കാം. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 1-2 മിനിറ്റ് തിളച്ച ശേഷം ഇതിൽ 1-ാം പാല് ചേർക്കണം. മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുറവാണെന്ന് തോന്നുന്നെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ തന്നെ കറിയുടെ കളർ നോക്കിക്ക് നല്ല ഭംഗി, ഹോട്ടലിലൊക്കെ കാണുന്ന അതേ മീനിൻ്റെ കളറാണ്. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം ഈ മീൻ കഷ്ണങ്ങൾ നമുക്ക് ചേർക്കാം. ഈ മീനിൽ ഞാൻ മുരിങ്ങയ്ക്ക ചേർക്കുന്നില്ല. ആക്ച്വലി ഇതൊരു ഗോവൻ റെസിപ്പിയാണ്. ഇതിനു മുമ്പും ഞാൻ ധാരാളം മീൻ കറികൾ ഇതുപോലെ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. വളരെ നല്ല വീഡിയോസാണ് അത്. പ്രോൺസിൻ്റെയൊക്കെ നല്ല നല്ല വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഇനി അടച്ചു വച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. അപ്പോഴേക്കും ആരിയെത്തി അവനുള്ള മീനിനി ഫ്രൈ ചെയ്യണം. മീൻ കറിയിൽ ലോ ഫ്ലെയിമാക്കിയാണ് വച്ചിരിക്കുന്നത്. സ്ലോയിൽ അത് വേകട്ടെ. അപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും. കുറച്ച് വെളിച്ചെണ്ണയിലാണ് മീൻ ഫ്രൈ ചെയ്യുന്നത്. ആരി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇതുപോലെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും, എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത്, എന്താണ്, ഇതെല്ലാം ഞാൻ കാണിച്ചു കൊടുക്കണം. അവന് കുക്കിങ്ങിൽ താല്പര്യമാണെന്ന് തോന്നുന്നു. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലാണ് ഇതും ഫ്രൈ ചെയ്യുന്നത്. ഒന്ന് സോഫ്റ്റാക്കി എടുക്കുക മാത്രമാണ് ചെയ്യുന്നത്, നല്ലതുപോലെ ഫ്രൈ ആക്കുന്നില്ല. 2 സൈഡും 3-4 മിനിറ്റ് വീതം ഫ്രൈ ചെയ്താൽ മതി. കൂടുതൽ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല. അപ്പോൾ മീനങ്ങ് ഹാർഡായി പോവും, കുട്ടികൾക്ക് കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ മീൻ കറിയും ഏകദേശമായിട്ടുണ്ട്. ഇനി ഇതിൽ ടൊമാറ്റോ ചേർക്കാം. ടൊമാറ്റോയും 2 പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം വീണ്ടും 1-2 മിനിറ്റ് കൂടി വേവിക്കാം. ഇപ്പോൾ മീൻ കറി നല്ല പാകത്തിന് വറ്റിയിട്ടുണ്ട്. ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല മണമാണ്. മീൻ അല്പം തണുത്തതിന് ശേഷം ഉപയോഗിക്കാം. ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അത് എടുക്കാൻ നേരത്ത് കുറച്ച് തീ കൂട്ടി വെച്ചാണ് ഈ കളർ കിട്ടിയത്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.